ഹലോ, എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ ആണെന്ന് പറയാൻ പോകുന്നത്. ഡിറ്റർമിനൻസ് ഇപ്പോൾ +2 മാത്സിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് മിക്ക ആൾക്കാരും ഇത് പറയും ഒഫീഷ്യലി ഇത് മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക മെട്രിക്സ് അറിയാത്ത ആൾക്കാർക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ മുന്നോട്ട് ഹാഫ് കഴിയുമ്പോൾ മെട്രിക്സ് നല്ലപോലെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മെട്രിക്സ് അറിയണം. അപ്പോൾ മെട്രിക്സിൻ്റെ കൈൻഡ് ഓഫ് ഒരു കണ്ടിന്യൂഷൻ ആണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. മെട്രിക്സ് എന്താണോ അതിൻ്റെ ഒരു ഇവാലുവേഷൻ ആണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൊച്ചു വീഡിയോ കണ്ടു കഴിയുമ്പോൾ മെട്രിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. ഓക്കെ, അപ്പം മെട്രിക്സ് കംപ്ലീറ്റ്ലി മനസ്സിലായി കഴിഞ്ഞാൽ ഇത് കാണുമോ. ഓക്കെ, ഡിറ്റർമിനൻസ് എന്താണെന്ന് പറയാം. വേറെ ഒന്നുമില്ല, അതിന് ഷോർട്ടാക്കി മെട്രിക്സിനെ കുറിച്ച് പറയാമെങ്കിൽ എന്താ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇപ്പോൾ ഞാൻ 1 2 3 4 എന്ന് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതി. ഓക്കെ, അതിലിങ്ങനെ റെക്ടാങ്കുലർ ഫോമിൽ എഴുതുന്ന ഇതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ എന്താ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് എഴുതുന്നതിനെ നമ്മൾ റോസ് എന്ന് വിളിക്കും. ഇങ്ങനെ വേർട്ടിക്കലായിട്ട് എഴുതുന്നതിനെ നമ്മൾ കോളം എന്ന് വിളിക്കും. ഇതാണ് മെട്രിക്സ് അല്ലേ. അപ്പോൾ മെട്രിക്സിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ഓർഡറിനെ നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് റോ ബൈ കോളം. ഇത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ അല്ല കേട്ടോ, ബൈ എന്നാണ് വായിക്കുന്നത്. റോ ബൈ കോളം എന്ന് അല്ലേ. അങ്ങനെ ഇവിടെ എത്ര റോ ഉണ്ട് നോക്കി. R1 ഒരു റോ അല്ലേ, രണ്ടാമത്തെ റോ R2 അല്ലേ, 2 റോ അല്ലേ. എത്ര കോളം ഉണ്ട് നോക്കി. C1 അല്ലേ, ഒന്നാമത്തെ കോളം. ഓക്കെ, രണ്ടാമത്തെ കോളം C2 അല്ലേ. അങ്ങനെ എന്താ 2 റോ 2 കോളം ആകുമ്പോൾ ഇതിൻ്റെ ഓർഡറിനെ നമ്മൾ എന്താ 2/2 എന്ന് വിളിക്കുന്നു. ഇതാണ് സിംപ്ലി മെട്രിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ. അങ്ങനെ ഈ മെട്രിക്സ് മൊത്തം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്ന പേരാണ് എന്താ ഡിറ്റർമിനൻസ്, വാല്യൂ. ഓക്കെ, വാല്യൂ ഓഫ് എ മെട്രിക്സ് ഇതാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും മെട്രിക്സ് എഴുതുമ്പോൾ മെട്രിക്സിനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാവുള്ളൂ. മെട്രിക്സ് A=2 ക്യാപിറ്റൽ അല്ലേ, B=2 എന്നൊക്കെ ക്യാപിറ്റൽ എഴുതാവുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ A B C എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എലമെൻസിനെ പറയുന്നത്. എലമെൻസ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മെട്രിക്സ് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. സ്മോൾ ലെറ്റേഴ്സ് എലമെൻസ് ആണ്. പിന്നെ വേറെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്ന വേറെ കേസസ് ഉണ്ട്, അത് ഞാൻ മുന്നോട്ട് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ ഡിറ്റർമിനൻസ് നമുക്ക് എന്താ ഇങ്ങനെ എഴുതാം. ഇപ്പം ഒരു മെട്രിക്സ് A ആണെങ്കിൽ മെട്രിക്സ് A ആണെങ്കിൽ അല്ലെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താ ഡിറ്റ് A എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഇത് മോഡുലസ് ഓഫ് A എന്നല്ല, ഡിറ്റർമിനൻ്റ് ഓഫ് A എന്നാണ് വായിക്കുന്നത്. ഇങ്ങനെ എഴുതാം. ഇങ്ങനെയൊക്കെ രീതിയിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ എഴുതാം. അപ്പോൾ മെട്രിക്സ് നമുക്ക് ക്യാപിറ്റലായിട്ട് എഴുതാം. ഡിറ്റർമിനൻ്റ് എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഇത്രയും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അയക്കുക, കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, സ്പീഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് സ്ലോയിൽ കേൾക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് കേൾക്കുക, എഴുതിയെടുക്കുക നോട്ട് കേട്ടോ. ഞാൻ ഫ്രം ദ ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും കോൺസെപ്റ്റ്സ് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരുവേ. അപ്പോൾ മെട്രിക്സ് എന്താ ഡിറ്റർമിനൻസ് എന്താണെന്ന് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് ഇവാലുവേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു മെട്രിക്സ് എഴുതുവാണ്. ഇപ്പോൾ മെട്രിക്സ് A=2 എന്ന് പറഞ്ഞ് ഒരു മെട്രിക്സ് എഴുതാണ് 1 2 6 8. ഓക്കെ, അപ്പം നമ്മൾ 1 2 6 8 എന്ന് എഴുതി. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താ സ്ക്വയർ മെട്രിക്സ് കാര്യങ്ങളെല്ലാം നമ്മളെന്താ പറയുക മുന്നത്തെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റിനെ എപ്പോഴും വിളിക്കുന്ന നമുക്ക് ഡയഗണലാണ് അറിയാം അല്ലേ. അപ്പോൾ ഈ ഡയഗണൽ എന്ന് പറയുന്ന പേര് എന്ന് വെച്ചാൽ എപ്പോഴും മെയിൻ ഡയഗണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ മെയിൻ ഡയഗണൽ ആണെങ്കിൽ ഈ കാണുന്ന ഇതൊരു ഡയഗണൽ അല്ലേ, ഇതും ഒരു ഡയഗണലാണ്. ശരിയല്ലേ മക്കളെ, ഇതൊരു ഡയഗണലാണ്. ശരിയല്ലേ. അങ്ങനെ ഇതിന് വിളിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഡയഗണലാണ്. ആൻറ്റി ഡയഗണൽ കേട്ടോ, ആൻറ്റി ഡയഗണൽ. ഇതൊന്നും നിങ്ങളുടെ സ്കൂളിലൊന്നും പറഞ്ഞ് തന്നു കാണത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊന്നും ഇതൊന്നും പറഞ്ഞ് തരാത്ത ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്കൂളിൽ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാൻ പറയുമ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾ ഏത് ഡയഗണലാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇതാണോ ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതാണോ ആദ്യം ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ വരുമ്പോൾ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക വേറെ ഒന്നുമല്ല, പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽസ് അല്ലേ. മെയിൻ ഡയഗണൽസ് ഞാൻ MD ഇടുവാണേ കേട്ടോ, മെയിൻ ഡയഗണൽ കേട്ടോ, ഷോർട്ട് ഫോം ആയിട്ട് ഇടുവാണേ. മൈനസ് പ്രൊഡക്റ്റ് ഓഫ് ആൻറ്റി ഡയഗണൽസ് AD എന്ന് ഇടുവാണേ. AD എന്നൊന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മിസ്മാർക്കൊന്നും മനസ്സിലാകത്തില്ല സ്കൂളിലൊന്നും, കാരണം ഇത് ആരും പറഞ്ഞു തരത്തില്ല. ഇത് ഡീപ്പ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ AD എന്ന് ഇവിടെ എഴുതുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ ആൻറ്റി ഡയഗണൽ. ഞാൻ വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ് AD എന്ന് ഇടുന്നത് കേട്ടോ. ആൻറ്റി ഡയഗണൽ കേട്ടോ, ഞാൻ ഷോർട്ടാക്കി എഴുതാൻ വേണ്ടി ഇട്ടെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ശരിക്കും എഴുതുമ്പോൾ വലുതായിട്ട് എഴുതണം കേട്ടോ. അപ്പം എക്സാമിനേഷൻ ഹാളിൽ ഇപ്പോൾ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫോമുലയാണ്. ശരി, മനസ്സിലായോ. അപ്പോൾ ഈ സാധനം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. ചില ആൾക്കാർ എന്തായാലും ആദ്യം വിചാരിക്കും ഇങ്ങനെ 6 into 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് 1 into 8 മൾട്ടിപ്ലൈ എന്നൊക്കെ വിചാരിക്കും. രണ്ട് ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ച് സ്കൂളിൽ വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞു പോകും എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരം മാറി 12 - 8 എന്ന് പറയുമ്പോൾ
4 ഉത്തരം മാറി അല്ലേ? ഉത്തരം തെറ്റാ, മാറിയില്ല ഉത്തരം. അപ്പോൾ എന്താ ആൻസർ അവിടെ തെറ്റുകയും ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ തെറ്റായിരിക്കാൻ എന്താ ഈ ഒരു ഓർത്ത് വെച്ചാൽ മെയിൻ ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാ മെയിൻ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന ഇതാണ് മെയിൻ ഡയഗണൽ, ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് ഇതാണ് മെയിൻ ഡയഗണൽ. ആൻറ്റി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ മെയിൻ ഡയഗണൽ എന്താ നമുക്ക് എന്താ 1 ഇൻറ്റു 8 അല്ലേ, അതാണ് മെയിൻ ഡയഗണൽ അല്ലേ. മൈനസ് ആൻറ്റി ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താ 2 ഇൻറ്റു 6 അല്ലേ. അപ്പോൾ എന്താ 1 ഇൻറ്റു 8 മൈനസ് 2 ഇൻറ്റു 6 എത്ര 12 വരും അല്ലേ. അപ്പോൾ എന്താ -4 ഇതാണ് ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ. ഡിറ്റ് എയുടെ വാല്യൂ ആണ് -4. ക്ലിയർ ആയല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് വേറെ ഒന്നുമല്ല, മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻറ്റി ഡയഗണൽ കുറയ്ക്കുക. ഇതാണ് എന്താ ഒരു 2/2 ഓർഡർ. ശ്രദ്ധിക്കണം, 3/3 അല്ല, 2/2 ഓർഡർ വരുന്ന 2/2 ഓർഡർ വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 3/3 കണ്ടുപിടിക്കുന്ന രീതി ഇതല്ല കേട്ടോ. ശ്രദ്ധിക്കുക, 2/2 ആണ്, 3/3 ഇതല്ല. അപ്പോൾ 3/3 എങ്ങനെ ചെയ്ത് നോക്കാം, ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് എഴുതിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ പറയാൻ പോവാണ്, ഒരു 3/3 മെട്രിക്സിൻ്റെ പറയാൻ പോകണം. ഓക്കെ, ഒരു 3/3 മെട്രിക്സ് എഴുതുമ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. 3/3 മെട്രിക്സിൻ്റെ 3/3 ഓർഡർ വരുന്ന ഒരു മെട്രിക്സ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മെട്രിക്സ് എഴുതി എന്താ മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു എന്താ, ഞാൻ ഒരു മെട്രിക്സ് എഴുതി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മെട്രിക്സ് എഴുതാം. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു 1. ഞാൻ അതിന് ഒരു വാല്യൂ എഴുതുന്നില്ല, പകരം എന്താ ഒരു കോമൺ സാധനം കാണിച്ചു തരാം. കോമൺ സാധനം വേറെ ഒന്നുമല്ല, വാല്യൂ എഴുതുന്നത് എന്താ, ഫസ്റ്റ് എലമെന്റ് ഇതാണെങ്കിൽ എന്താ അത് A11 നമുക്കറിയാമേ, ശരിയല്ലേ? ഫസ്റ്റ് എലമെന്റ് A11. അപ്പം ഞാൻ പറഞ്ഞു ഇത് 3/3 ആണ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ എന്താ 3 റോയും 3 കോളം ഉണ്ടല്ലേ, 3 റോയും 3 കോളം ഉണ്ടല്ലേ. അങ്ങനെ എന്താ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം A11. അങ്ങനെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം A12, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം A13, ശരിയല്ലേ? അങ്ങനെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം A22, സെക്കൻഡ് റോയിലെ തേർഡ് കോളം എന്ന് പറയുമ്പോൾ A23, ശരിയല്ലേ? അങ്ങനെ എന്താ തേർഡ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ A31, തേർഡ് റോയിലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ A32, തേർഡ് റോയിലെ തേർഡ് കോളം എന്ന് പറയുമ്പോൾ A33, ശരിയല്ലേ? ഇത്രയാണ് ഒരു മെട്രിക്സ് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിപ്പിച്ച രീതി എക്സ്പാൻഡ് ചെയ്യാൻ എന്താ ഇപ്പം സ്കൂളിലൊക്കെ പഠിപ്പിച്ച ഒരു രീതികളുണ്ടല്ലോ, എക്സ്പാൻഡ് ചെയ്യാൻ. അങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുവാണെങ്കിൽ സാധാരണ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം എന്താ ഇതെടുക്കും അല്ലേ, ഇതെടുക്കും. അപ്പം അങ്ങനെ എന്താ A11 അല്ലേ, A11 എടുത്തിട്ട് ഈ എലമെന്റ് വരുന്ന റോയും ഈ എലമെന്റിന്റെ റോയ് ഏതാ ഇത് അല്ലേ, ഈ എലമെന്റിന്റെ റോയും അതിൽ ഈ എലമെന്റിന്റെ കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി അങ്ങ് എഴുതും അല്ലേ. അപ്പോൾ A11 ഇൻറ്റു എന്താ A22, A23 അല്ലേ, A32, A33, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഇതൊരു 2/2 ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ നമുക്ക് എന്താ പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽസ് മൈനസ് പ്രൊഡക്റ്റ് ഓഫ് ആൻറ്റി ഡയഗണൽ എഴുതുമ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ കിട്ടും, ശരിയല്ലേ? അപ്പോൾ എന്താ ഏത് എലമെന്റാണ് എടുക്കുന്നത്, ഈ എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഇത് വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി 4 ബാക്കി 4 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ബാക്കി 4 വരുന്നത്, ശരിയല്ലേ? ഇത് ബാക്കി 4 ഞാൻ എഴുതി, ഓക്കെ അല്ലേ? ബാക്കി 4 എഴുതി. അങ്ങനെയാണെങ്കിൽ അടുത്ത എലമെന്റ് ഏതാ, അടുത്ത എലമെന്റ് ഇതല്ലേ. അങ്ങനെ എന്താ ഇവിടെ അടുത്ത മൈനസ് ഇടണം, മൈനസ്. അപ്പോൾ എന്താ മൈനസ്, ആദ്യമേ പ്ലസ് എഴുതി, രണ്ടാമത് എന്താ മൈനസ് ഇട്ടു അല്ലേ. മൈനസ് അപ്പോൾ എന്താ A12 ഇൻറ്റു എന്താ A12 ഒഴിച്ച് ബാക്കി വരുന്ന A12 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ ഇത് ഡിലീറ്റ് ആവും, ഇത് ഡിലീറ്റ് ആവും അല്ലേ. പിന്നെന്താ അപ്പോൾ റോ ഡിലീറ്റ് ആയി അല്ലേ, ശരിയല്ലേ? ഇത് പോയി അങ്ങനെ എന്താ കോളം എന്ന് പറയുമ്പോൾ ഇത് ഡിലീറ്റ് ആവും, ഇത് ഇപ്പം എന്താ ബാക്കി എന്താ ഇത് 4 പേര് ബാക്കി ഇത് 4 ആയിരുന്നു, ശരിയല്ലേ? ഈ 4 വരുന്നു അല്ലേ. അങ്ങനെ എന്താ മൈനസ് A12 ഇൻറ്റു A21, A23 അല്ലേ, 23 ആണ്. അതുപോലെ എന്താ A31, A33 ഇങ്ങനെ എഴുതി, ശരിയല്ലേ? അപ്പോൾ ആദ്യം പ്ലസ് പിന്നെ മൈനസ് വീണ്ടും മൂന്നാമത് പ്ലസ് എഴുതുമ്പോൾ പ്ലസ് ഏതാ A13 അല്ലേ, A13 ഇതല്ലേ മൂന്നാമത്തെ എലമെന്റ്. അങ്ങനെയെങ്കിൽ ഇത് വരുന്ന റോയും കോളം പോകുമ്പോൾ എന്താ റോ ഇത് പോയി കോളം എന്ന് പറയുമ്പോൾ എന്താ ഇത് പോയി ഇപ്പോൾ ബാക്കി എന്താ ഇമാര് 4 പേരാണ് ബാക്കിയുള്ളത്, ശരിയല്ലേ? ഇമാര് 4 പേര് ബാക്കിയുള്ളൂ. അങ്ങനെ എന്താ അതേ കണക്ക് എഴുതി എന്താ A13 ഇൻറ്റു എന്താ ബാക്കി 4 എന്താ A21, A22 ആണ്, A31, A32, ശരി. ഈ 4 ഞാൻ എഴുതി. ഇത്ര ഓക്കെ ആണല്ലോ അല്ലേ. അപ്പം ഈ 4 ഞാൻ എഴുതി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്കിത് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്താ A11 ഇൻറ്റു ഇതെന്താ വരും A22, പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ A22 ഇൻറ്റു A23 അല്ലേ, A33 അല്ലേ. ഈ 22 33 നമ്പേഴ്സ് ആണ് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ചിലപ്പോൾ ഇവിടെ 5 എന്നായിരിക്കും കേട്ടോ, ഇവിടെ ചിലപ്പോൾ 3 എന്നായിരിക്കും. അങ്ങനെ എന്താ 5 ഗുണം 3 എത്ര വരും, 15. മനസ്സിലായോ? 5 ഇൻറ്റു 3, അത് ജസ്റ്റ് ഒന്ന് സിംബോളിക്കായിട്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. 5 ഇൻറ്റു 3 അല്ല 5, ചിലപ്പോൾ 7 ആയിരിക്കും. ഏത് നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ, ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും, സൈൻ ആയിരിക്കും, കോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ അത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഒരു ഉത്തരം കിട്ടി അല്ലേ.
ചിലപ്പോൾ ഇവിടെ നമ്പേഴ്സ് ആണെങ്കിൽ 5 3 15 വരും. ശരിയല്ലേ? ചിലപ്പോൾ ഇതിപ്പോൾ 2 ആയിരുന്നെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ 2 × 4 8 എന്ന് വരും അല്ലേ? അപ്പം ജസ്റ്റ് നമ്പേഴ്സ് കാണിക്കുന്നത് വരെ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ആ എലമെന്റ് വെച്ച് കേട്ടോ. അപ്പോൾ എന്താ A23 ഇൻറ്റു ഇതൊന്നും കാണാൻ പഠിക്കണ്ട കേട്ടോ. A32 കാരണം മെട്രിക്സ് ചാപ്റ്റർ കാണുമ്പോൾ പറയും കാണാൻ പഠിക്കണ്ട, ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓരോ പൊസിഷൻ കാണിക്കുന്നതാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇപ്പോൾ A22 ആണെങ്കിൽ എന്താ സെക്കൻഡ് റോ സെക്കൻഡ് കോളം കാണിക്കുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? അങ്ങനെ എന്താ ഇവിടെ എന്താ മൈനസ് ഓഫ് എന്താ നോക്കി A12 അല്ല 12 ആണ് 12 ഇൻറ്റു എന്താ നോക്കി കണ്ടോ A21 A33 മൈനസ് A23 A31 ശരിയല്ലേ? അത്രയും എഴുതി. അങ്ങനെയാണെങ്കിൽ ദാ ഇത് നോക്കി പ്ലസ് A13 ഇൻറ്റു വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അപ്പം എന്താ A21 A32 അല്ലേ? A21 32 മൈനസ് എന്താ A22 A31 ഇത്രയും എഴുതി. ഇത് ശരിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. ഇങ്ങനെയാണ് സ്കൂളിലും എല്ലാവരും നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പം ദാ വേറൊരു കാര്യം നോക്കി. നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാം പുറത്തെടുത്തേക്കുന്ന ഈ A11 ശരിയല്ലേ? A11നെയും എന്താ A12 പുറത്തെടുത്ത A12നെയും അല്ലേ? പിന്നെന്താ നോക്കി A13 ഇതിനല്ലേ പുറത്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇമാർ എവിടെ കിടക്കുന്ന ആൾക്കാരാ? ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ആൾക്കാരല്ലേ ഇമാരെല്ലാം ഫസ്റ്റ് റോയിൽ കിടക്കുന്നമാരാ. ശരിയല്ലേ? ശരിയാണല്ലോ. ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റിനെ പുറത്തുകൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അഥവാ കൺഫ്യൂഷൻ വരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് സെക്കൻഡ്സ് അടിച്ചാൽ മതി കേട്ടോ. ബാക്കിലേക്ക് സെക്കൻഡ്സ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മനസ്സിലായി? 10 സെക്കൻഡ് മുമ്പ് ഞാൻ ഈ റൗണ്ട് സർക്കിൾ വരച്ചില്ലല്ലോ. അപ്പോൾ എന്താ ഇത്ര വൃത്തിയായി കിടക്കുക. ശരിയല്ലേ? ഇപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് വട്ടം വരച്ചു. അങ്ങനെ ഒരുപാട് വട്ടങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നെങ്കിൽ നിങ്ങളെന്താ 10 20 സെക്കൻഡ് ബാക്കിലേക്ക് അടിക്കുമ്പോൾ ആ വട്ടം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടം വരച്ചു. അപ്പോൾ നോക്കി ഇതാ ഇവന്മാർ അല്ലേ A11 A21 അല്ലേ A21 A31 ഇമാരെന്താ നോക്കി ഇമാരെ പുറത്ത് ഇമാരെല്ലാം ഫസ്റ്റ് റോയിലല്ലേ കിടക്കുന്നത്. ഫസ്റ്റ് റോ അല്ലേ? ഫസ്റ്റ് റോയിൽ കിടക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ഇമാരെ വെച്ച് ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ത്രൂ R1 റോ 1 R1 വെച്ചാൽ റോ 1. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എക്സ്പാൻഷൻ കണ്ടു. ഇപ്പോൾ ചെയ്തിരിക്കുന്ന എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ 1 വെച്ച് എക്സ്പാൻഷൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും. ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഒരു ആൻസർ കിട്ടും. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഒരു മെട്രിക്സ് ഹൈലൈറ്റ് തന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പാൻഷൻ ചെയ്യാം. എക്സ്പാൻഷൻ ത്രൂ R1 വെച്ച് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എക്സ്പാൻഷൻ ത്രൂ R2 വെച്ച് ചെയ്താലും അല്ലെങ്കിൽ എന്താ ഭാവിയിൽ എക്സ്പാൻഷൻ ത്രൂ R3 വെച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. എങ്ങനെ ചെയ്താലും സെയിം ആയിരിക്കും ഉത്തരം കിട്ടുന്നത് കേട്ടോ. സെയിം ആയിരിക്കും ആൻസർ കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഒരു മെട്രിക്സ് എന്നിട്ട് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി എക്സ്പാൻഷൻ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്താ R1 വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എന്താ നിങ്ങൾക്ക് ഉത്തരം എഴുതാം കേട്ടോ. R1 R2 R3 ഇഷ്ടം എല്ലാം എളുപ്പമാണ്. എന്നാലും നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് സ്കൂളിൽ എന്താ പറയുക മെട്രിക്സ് A is given അല്ലെങ്കിൽ B is given find the value of determinant A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എക്സ്പാൻഷൻ ചെയ്താൽ ഉത്തരം എത്തിക്കാം. പക്ഷേ എന്താ ചോദ്യം ഇടുന്ന ആൾ ചിലപ്പോൾ എന്താ ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് കളയണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അവരെന്താ എടുത്ത് പറയും ചിലപ്പോൾ എന്താ എക്സ്പാൻഷൻ ത്രൂ R1 അല്ല എന്താ എക്സ്പാൻഷൻ ത്രൂ R2 വെച്ച് ചെയ്യാൻ പറയും. R2 വെച്ച് കേട്ടോ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ എടുത്ത് പറയും R2 വെച്ച് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്താ R3 വെച്ച് ചെയ്യാൻ പറയും. ഇങ്ങനെ R2 വെച്ച് മാത്രമേ ചെയ്യാൻ പറഞ്ഞ് സംഭവം എളുപ്പമാണ്. പക്ഷെ എന്താ ഇവരെന്തിനാ അങ്ങനെ പറയുന്നറിയോ? നിങ്ങൾ കുറേ കെയർലെസ് മിസ്റ്റേക്സ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുവാണ്. ടെൻഷൻ അടിച്ച് പ്രഷർ അടിച്ചിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അല്ലേ ചില ആൾക്കാർ. അപ്പോൾ എന്താ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി R2 R3 ആകുമ്പോൾ തെറ്റിക്കും. അപ്പോൾ R2 R3 വെച്ച് ചെയ്യാൻ പറയും എവിടെ തെറ്റ് വരുന്നത്? പുതിയ കുട്ടികൾ തെറ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? ഈ കാണുന്ന സൈൻ ഇവിടെയാണ് തെറ്റ് വരുന്നത്. ഈ കാണുന്ന സൈൻ കേട്ടോ. ഞാൻ ഇവിടെ മനഃപൂർവ്വമാണ് തുടക്കം പ്രോബ്ലം പറഞ്ഞപ്പോൾ എന്താ ആദ്യം പ്ലസ് ഇട്ടു എന്ന് പറഞ്ഞു, പിന്നെ മൈനസ് ഇട്ടു എന്ന് പറഞ്ഞു, വീണ്ടും പ്ലസ് ഇട്ടു എന്ന് പറഞ്ഞു. ഇത് ഓരോ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന രീതിയാണ്. ഓരോ കുട്ടികളും പഠിച്ച രീതിയാണ്. എന്നാൽ R2 വെച്ച് ചെയ്യുമ്പോൾ എന്താ ആദ്യം പ്ലസ് അല്ല ഇടേണ്ടത്, ആദ്യം മൈനസ് ഇടേണ്ടത്. R2 വെച്ച് ചെയ്യുമ്പോൾ ആദ്യം മൈനസ് ഇടേണ്ടത്, പിന്നെ പ്ലസ് ഇടണം, പിന്നെ മൈനസ് ഇടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു കാണാ പഠിച്ചു വയ്ക്കുന്ന ചടങ്ങാണ്. ശരിയല്ലേ? കാണാ പഠിച്ചു വയ്ക്കാൻ ഭയങ്കര പാടാ ചടങ്ങല്ലേ? അപ്പോൾ ഈ കാണാ പഠിച്ചു വെച്ചേക്കുന്നതിന് പകരം ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ട്രിക്ക് വേറെ ഒന്നുമില്ല. എന്താ ഞാൻ നേരത്തെ എഴുതിയ അതേ സാധനം എന്താ ഒന്നുകൂടി എഴുതുവാണേ. ആ B എന്നൊരു മെട്രിക്സ് ഒന്നുകൂടി എഴുതുവാണേ. അപ്പോൾ നോക്കിയേ മെട്രിക്സ് B ഈസ് ഈക്വൽ ടു എന്താ ഓക്കെ A11 A12 A13 ട്രിക്കാണേ പറയാൻ പോതാ A21 A22 A23 അടുത്ത് നോക്കിയേ A31 A32 A33 ട്രിക്കാണേ. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ ഏത് എക്സ്പാൻഷൻ ചെയ്താൽ ഈ ഒറ്റ കാര്യം ഫോളോ ചെയ്താൽ മതി. ആദ്യം എന്താ ഒരു -1 റൈസ് ടു പവർ കൊടുക്കുക. -1 ഏത് എക്സ്പാൻഷൻ ചെയ്താലും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സ്പാൻഷൻ ത്രൂ R1 വെച്ച് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ -1 റൈസ് ടു ഞാൻ എന്താ A11 എന്ന് എഴുതി. A11 എന്ന് എഴുതി. -1 റൈസ് ടു A11 എന്ന് എഴുതി. അങ്ങനെ എന്താ ബാക്കി നേരത്തെ ഉള്ള കണക്ക് എന്താ A22 A23 അല്ലേ? പിന്നെന്താ A32 A33 ശരിയല്ലേ? എന്നിട്ട് അടുത്ത ഇവിടെ നമ്മൾ സൈൻ സ്കൂളിൽ പഠിപ്പിച്ചത് ആദ്യം പ്ലസ് എഴുതാം, പിന്നെ മൈനസ് എഴുതാം, പിന്നെ പ്ലസ് എഴുതാം, പിന്നെ പ്ലസ് എഴുതാം. ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചു ശരിയല്ലേ? പക്ഷേ നിങ്ങൾ എന്ത് എഴുതിയാലും മൈനസ് എഴുതാതെ
പക്ഷേ വിത്ത് വൺ കണ്ടീഷൻ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോ. എന്ത് എഴുതിയാലും മൈനസ് എഴുതി. നമ്മുടെ പിള്ളേർ ഇനി എന്ത് എഴുതിയാലും മൈനസ് എഴുതുന്നുള്ളൂ. പ്ലസ് മൈനസ് പ്ലസ് ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ ഏതാ പ്ലസ്, ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെ പ്ലസ് എന്നൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ പോകും ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് എഴുതിയാലും മൈനസ് എഴുതുന്നുള്ളൂ. പക്ഷേ എന്ത് എഴുതിയാൽ മൈനസ് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ മൈനസ് എഴുതി, ശരിയല്ലേ? ഇത് ഇവിടെ ഞാൻ എഴുതുമ്പോൾ -1 ഇൻറ്റു എന്താ അടുത്ത ഏതാ വരുന്ന A12 അല്ലേ? എന്താ -1 ഇൻറ്റു A12 പിന്നെന്താ ബാക്കി A12 വരുമ്പോൾ റോയും കോളം പോയി കഴിഞ്ഞാൽ നേരത്തെ അതേ കണക്ക് എഴുതുവാണേ A21 A23 കേട്ടോ. അതുകൊണ്ട് A31 A33 ശരിയല്ലേ? ഇങ്ങനെ എഴുതി. ഇനി വീണ്ടും സാധാരണ സ്കൂളിൽ എഴുതിയ പ്ലസ് ആണ്, പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ പിള്ളേർ -1 ഇൻറ്റു എന്താ അടുത്ത ഏതാ വരുന്നത് A13 ഇൻറ്റു ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ ചെയ്ത സാധനം, ശരിയല്ലേ? ഇനിയാണ് ട്വിസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റ് വേറൊന്നുമല്ല. എന്താ ഈ പ്ലസ് മൈനസും ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്ന റീസൺ എന്താ പറയാൻ പറ്റും നോക്കി. ഇവിടെ A11ൻ്റെ നോക്കി 1 അല്ലേ? ഓക്കെ 1 അപ്പോൾ 1 + 1 എത്ര? 2 ആണ്. 2 എന്താ ഈവൻ ആണ് അല്ലേ? അപ്പോൾ എന്താ ഇതിൻ്റെ മുകളിൽ പയ്യെ 2 കൊടുത്തു, കുഴപ്പമില്ല. ഇവിടെ എന്താ 1 1 അല്ലേ? 1 + 1 1 + 2 അല്ലേ? 1 1 1 1 2 നടക്കുക 1 2 അല്ലേ? 1 + 2 എന്താ 3 ആണ്. 3 അപ്പോൾ എന്താ ഓഡാണ്, ശരിയല്ലേ? ഇവിടെ നോക്കി 1 3 അല്ലേ? 1 + 3 എന്താ 4 4 എന്താ ഈവൻ അല്ലേ? ഈവൻ. അപ്പോൾ അതാ നോക്കി വേറെ ഒന്നുമല്ല മക്കളെ, -1ൻ്റെ പവർ ഓഡാണെങ്കിൽ അതിൻ്റെ ഉത്തരം -1 ആണ്. എന്നാൽ -1ൻ്റെ പവർ ഈവൻ ആണെങ്കിൽ ഉത്തരം +1 ആണ്. സംഭവം സിമ്പിളാണ്, വേറെ ഒന്നുമല്ല. നോക്കി സംഭവം സിമ്പിൾ സാധനം, വേറെ ഒന്നുമല്ല. നോക്കി നിങ്ങളിപ്പോൾ നോക്കി -1ൻ്റെ പവർ 2 ആണെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ -1 ഇൻറ്റു -1 എന്താ +1 ആണ്, ശരിയല്ലേ? അതിന് -1ൻ്റെ പവർ 3 ആണെങ്കിൽ എന്താ -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +1 ആയി ഓൾറെഡി അല്ലേ? പക്ഷേ ഈ പവർ 3 അപ്പോൾ ഒന്നുകൂടെ -1 ചെയ്യുമ്പോൾ എന്താ -1 ശരിയല്ലേ? അപ്പോൾ എന്താ കോമൺ ആണ്. -1ൻ്റെ പവർ ഓഡാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, -1ൻ്റെ പവർ ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് ആണ് അല്ലേ? അങ്ങനെ എന്താ ഇവിടെ -1ൻ്റെ പവർ ഈവൻ നമ്പർ ആണ്. അങ്ങനെ എന്താ ഇവിടെ +1 എന്ന് പറയുമ്പോൾ എന്താ A11. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ച രീതിയിൽ പ്ലസ് മൈനസ് വരുന്ന രീതി. അപ്പോൾ അങ്ങനെ A11 എഴുതി. അടുത്ത ഇവിടെ നോക്കി -1ൻ്റെ പവർ എന്താ ഓഡാണ് അല്ലേ? 3 വരുമ്പോൾ ഓഡാണ് അല്ലേ? അങ്ങനെ എന്താ ഇവിടെ -1 ഇൻറ്റു A12 എന്താ -A12. കണ്ടോ? അങ്ങനെ ഇവിടെ നോക്കി -1ൻ്റെ പവർ 1 + 3 4 ഈവൻ ആണെങ്കിൽ എന്താ ഈവൻ നമ്പർ പ്ലസ് ആവും അല്ലേ? മൈനസ് പ്ലസ് അങ്ങനെ എന്താ +1 ഇൻറ്റു A13 എന്നതാ +A13. ഇങ്ങനെയാണ് ഇടയ്ക്കുള്ള മൈനസും പ്ലസും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്തേക്കുന്ന എക്സ്പാൻഷൻ ത്രൂ R1 റോ 1 വഴിയല്ലേ എക്സ്പാൻഡ് ചെയ്തത്, ഫസ്റ്റ് റോ വെച്ചല്ലേ എക്സ്പാൻഡ് ചെയ്തത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ചോദിക്കുകയാണെങ്കിൽ പരീക്ഷ ചോദിക്കുകയാണ് സെക്കൻഡ് റോ R2 വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഏതാ നമ്മുടെ സെക്കൻഡ് റോയെ R2 വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഇത്ര നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് എഴുതിയെടുക്കാം. പക്ഷേ ഞാനിതൊന്ന് മായ്ക്കുവാണേ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് റോ R2 ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ മായ്ക്കുവാണ്. നിങ്ങൾ പോസ് ചെയ്ത് എഴുതുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ താഴെ കാണിക്കാം, കുഴപ്പമില്ല. ഓക്കെ, സെക്കൻഡ് റോ R2 വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ ഇപ്പം പരീക്ഷ ചോദിക്കുവാണ് എന്താ എക്സ്പാൻഷൻ ത്രൂ R2 എന്ന് പറയാണ്. ഓക്കെ, R2 എക്സ്പാൻഷൻ ത്രൂ R2 എന്ന് പറയുകയാണേ. R2 അപ്പോൾ ആ എക്സ്പാൻഷൻ ത്രൂ R2 എന്ന് പറയാമെങ്കിൽ അപ്പോൾ നമ്മുടെ നേരത്തെ മെട്രിക്സ് സെയിം തന്നെ. എന്താ നോക്കിയതാ A11 A12 A13 A21 A22 A23 അല്ലേ? അടുത്ത ഏതാ A31 A32 A33 അല്ലേ? ഇതാണ് എന്താ സെയിം മെട്രിക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ R2 ഇമാരല്ലേ R2 അങ്ങനെ എന്താ നേരത്തെ അതേ കണക്ക് -1 ഇൻറ്റു എന്താ ആദ്യത്തെ A21 പിന്നെന്താ R2 വരുന്ന ഈ A21 വരുന്ന റോയും കോളം മാറ്റണം. അപ്പോൾ ഇതും പോവും അല്ലേ? ഇത് പോവും, ഫസ്റ്റ് റോയും പോവും അല്ലേ? ഈ കോളം പോവും അല്ലേ? അപ്പോൾ ഏതൊക്കെ റോയും കോളം പോകുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിനൊരു ട്രിക്ക് ഉണ്ട്. നോക്കി A21 അല്ലേ? 21 അല്ലേ? അപ്പോൾ എന്താ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ, അപ്പോൾ സെക്കൻഡ് റോ ഫുള്ള് പോയി. 2ൻ്റെ 1 ആക്കി എന്താ ഫസ്റ്റ് കോളം, അപ്പോൾ ഫസ്റ്റ് കോളം ഫുള്ള് പോയി. ഇങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെ റോയും കോളം ഡിലീറ്റ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് നോക്കിയാലും മതി. സെക്കൻഡ് റോയും ഫസ്റ്റ് ഇങ്ങനെ നോക്കിയാലും മതി. ക്ലിയർ ആയല്ലോ? അങ്ങനെയൊക്കെ എന്താ ഇത് ഫുള്ള് പോകുമ്പോൾ ബാക്കി എന്ത് വരും? ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം പോകുമ്പോൾ ബാക്കി എന്താ വരുന്നത് A12 A13 അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ഏതാ വരുന്ന A22 അടുത്ത A33 ശരിയല്ലേ? ഇങ്ങനെ വരും. ഓക്കെ ആണോ? അങ്ങനെ അടുത്ത സൈൻ ഏതാ ഇടുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കുന്നു അല്ലേ? -1 ഇൻറ്റു അടുത്ത ഏതാ ഇവനെ അടുത്ത അല്ലേ? അപ്പോൾ എന്താ A22 ഇൻറ്റു അപ്പോൾ എന്താ 22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ പോയി, സെക്കൻഡ് റോ മൊത്തം പോയി, ഇത് മൊത്തം പോയി. അടുത്ത 2 അപ്പോൾ സെക്കൻഡ് കോളം പോയി. അപ്പോൾ ബാക്കി എന്ത് വരും? A11 A13 അല്ലേ? അടുത്ത A31 അടുത്ത ഏതാ A33 അല്ലേ? ശരിയല്ലേ? അടുത്ത വീണ്ടും -1 ഇൻറ്റു അടുത്ത സൈൻ എനിക്ക് അറിയത്തില്ല. -1 ഇൻറ്റു എന്താ A23 ആണ്. അപ്പോൾ എന്താ A23 അല്ലേ? 23 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ പോയി,
തേർഡ് കോളം പോയി അല്ലേ, സെക്കൻഡ് റോയും തേർഡ് കോളം പോകുമ്പോൾ ബാക്കി എന്ത് വരും? സെക്കൻഡ് റോയും തേർഡ് കോളം പോകുമ്പോൾ ബാക്കി എന്ത് വരും? A11 അല്ലേ, A12, അടുത്ത ഏതാ? A31 അല്ലേ, A32 അല്ലേ, ശരിയല്ലേ? ഇങ്ങനെ വരും. അങ്ങനെ നോക്കിയേ, ഇവിടെ ബാക്കി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. അങ്ങനെ ഇതെന്താ 2+1 3 ഓടാണ് അല്ലേ, ഓടാണ്. അപ്പോൾ എന്താ ഇവിടെ ഓടാകുമ്പോൾ -1 ആയി, -1 ഓഫ് അപ്പോൾ എന്താ -1 ആയി. അപ്പോൾ -1 ആകുമ്പോൾ എന്താ -A21 എന്നായി. ബാക്കി അതേ കണക്ക്, ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്ന് വേറെ കളറിൽ കാണിച്ച് എഴുതാം. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. അതായത് എന്താ പറയുക, അതാ ഇവിടെ നമ്മുടെ മൈനസും പ്ലസും നോക്കുക, ഇവിടെ ഓടല്ലേ, -1 റേസ് ഓട് ഓട് -1 തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ -A21, ബാക്കി അത് കണക്ക് എഴുതി. ഇവിടെ ഓക്കെ 2ഉം 2ഉം കൂട്ടുമ്പോൾ 4 ഈവൻ വരും അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പ്ലസ് ഓഫ് A22 ഇൻറ്റു അത്. ഇവിടെ നോക്കിയേ 2ഉം 3ഉം കൂട്ടുമ്പോൾ 5 ഓട് വരും അല്ലേ. അപ്പോൾ മൈനസ് തന്നെ, മൈനസ് ഓഫ് ഓഡ് റേസ് ടു മൈനസ് ഓഫ് അല്ല -1 റേസ് ടു ഓഡ് എന്ന് പറയുന്നത് ഈ എന്താ -1 തന്നെ അല്ലേ. അപ്പോൾ -A23 ഇൻറ്റു ബാക്കി അത് വരും. ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എക്സ്പാൻഷൻ ത്രൂ R2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനത്തെ രീതി പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താ പറയുക, ഇങ്ങനത്തെ രീതി പഠിച്ചു വെച്ചാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എക്സാമിനേഷൻ ഹാളിൽ എന്താ പറയുക, എക്സാമിനേഷൻ ഹാളിൽ ഇൻ കേസ് എന്താ ഒരു 4x4 മെട്രിക്സ് ചോദിച്ചാലും അല്ലെങ്കിൽ 5x5 മെട്രിക്സ് ചോദിച്ചാലും അല്ലെങ്കിൽ എന്താ ഒരു വലിയ ടഫ് സമയം 6x6 മെട്രിക്സ് ചോദിച്ചാലും എന്താ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച 3x3 ചോദിച്ചു അല്ലെ, 4x5ഉം 5x5ഉം 6x6 ചോദിക്കത്തില്ലടേ. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കണം, നിങ്ങളൊന്ന് കിളി ഓർത്തണം, കൺഫ്യൂഷൻ ആക്കണം, ടഫ് ആക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചാൽ ഓരോന്ന് വരുന്നത് പ്ലസ് മൈനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പോകും, ശരിയല്ലേ? പക്ഷേ ഈ ട്രിക്ക് -1 ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ, തെറ്റത്തില്ല, തെറ്റാതെ ശരി ഉത്തരം കിട്ടും, നിങ്ങൾക്ക് ആൻസർ കിട്ടും, മനസ്സിലായി? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതേ സാധനം, ഇതേ എക്സ്പാൻഷൻ ത്രൂ R3 റോ 3 വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ആദ്യം എന്താ വരുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ആൻസറിൽ ഒന്ന് കമന്റ് ഇടണം. അതായത് റോ 3 എന്ന് പറയുമ്പോൾ എന്താ A31, അതുപോലെ A32 അതിൻ്റെ അകത്ത് ഇത്, അടുത്ത A33. അങ്ങനെയെങ്കിൽ ഇവിടെ അതിൻ്റെ സൈൻ എന്താണ്, പ്ലസ് ആണോ മൈനസ് ആണോ, ഇവിടെ എന്താ പ്ലസ് ആണോ മൈനസ് ആണോ, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കമൻറ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഡിറ്റർമിനൻസിൻ്റെ എക്സ്പാൻഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്. ഡിറ്റർമിനൻ എക്സ്പാൻഷൻ്റെ ബേസിക് ഇത്രയാണ് ബേസിക് കോൺസെപ്റ്റ്സ്. ഓക്കെ മക്കളെ, എങ്ങനെയെങ്കിൽ ഡിറ്റർമിനൻസിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് ഉണ്ട്. ചിലപ്പോൾ വേറെ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതൊക്കെ അറിയാം, ശരിയല്ലേ? അപ്പോൾ ചില കേസിൽ ഡയറക്റ്റ് വാല്യൂ തരാതെ ഒരു ട്രിക്കി ഒരു ചോദ്യമുണ്ട്, വേറൊന്നുമല്ല. നോക്കിയതാ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാം അല്ലേ, വേറൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ എന്താ ഫൈൻഡ് വാല്യൂ ഡിറ്റർമിൻ തുടക്കത്തിൽ തന്നെ 2/2 ഇട്ട് കാണിച്ചല്ലേ. മിക്ക ആൾക്കും തെറ്റുന്നൊരു ചോദ്യമാണ്. തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാത്തതുകൊണ്ടല്ല, കെയർലെസ് മിസ്റ്റേക്സ് കൊണ്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മെട്രിക്സിൻ്റെ വേണ്ടിയാണ് പറയാം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്താ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ലേ, കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും അല്ലേ, ശരിയല്ലേ? എന്നാൽ ഇതൊക്കെ കാണാൻ പഠിച്ചു വെച്ചില്ല. അങ്ങനെ എന്താ ഈ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ കിടക്കുന്ന വാല്യൂ ആയിരിക്കും, ഇവിടെ കിടക്കുന്ന വാല്യൂ തുല്യമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി ഒരു 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 ക്വസ്റ്റ്യൻ പറയാണ്, എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ഞാൻ ഇവിടെ 3 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 3 എന്ന് എഴുതി, ഇവിടെ x എന്ന് എഴുതി, ഇവിടെ x എന്ന് എഴുതി, ഇവിടെ 1 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ ഞാൻ എന്താ ഇവിടെയും 3 എന്ന് എഴുതി, ഇവിടെ 2 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ എന്താ പറയുക, ഇവിടെ 4 എന്ന് എഴുതി, അങ്ങനെ ഇവിടെയും 1 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ x1 എന്ന് എഴുതാം, x2 ഇങ്ങനെ കിടന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് മെട്രിക്സ് അല്ലേ, ഇതൊരു മെട്രിക്സ് ആണ്, ഇതൊരു മെട്രിക്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടുത്തെ ഈ എക്സിൻ്റെ വാല്യൂ എന്താ 2 ആണ് അല്ലേ, x = 2. അങ്ങനെ ഇവിടുത്തെ ഈ എക്സിൻ്റെ വാല്യൂ എത്ര, എക്സിൻ്റെ വാല്യൂ എന്താ 4 ആണ്, ശരിയല്ലേ? അപ്പം ഓരോ കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ രണ്ട് മെട്രിക്സ് ഈക്വൽ എങ്ങനെ ഓർഡർ സെയിം ആണ്, ഓർഡർ എന്താ 2/2 ആണ് അല്ലേ, ഇവിടെ എന്താ ഇവിടെ 2/2 ആണ് അല്ലേ. അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ് സെയിം ആണ്, ശരിയല്ലേ? ഇതാണ് ഒരു മെട്രിക്സിന്റെ കോൺസെപ്റ്റ്. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ തെറ്റിക്കുന്ന ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ചുനിപ്പ് ഉണ്ടോ, ഈ കാണുന്ന ചുനിപ്പ്, ഈ ചുനിപ്പ് ഉണ്ടോ, ഈ ചുനിപ്പ് പരീക്ഷയ്ക്ക് ഇല്ലെങ്കിൽ അത് മെട്രിക്സ് അല്ല, അത് ഡിറ്റർമിനൻ്റ്. ഈ ചുനിപ്പ് ഇല്ലെങ്കിൽ കേട്ടോ, ഈ ഒരു അകത്തേക്കുള്ള ഒരു ചുനിപ്പ് ഇല്ലെങ്കിൽ, അപ്പോൾ എന്താ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ വയ്ക്കും, 3x1 = എന്താ 3 2 4 1. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ എന്താ ഇതേ കണക്ക് ചെയ്ത് വയ്ക്കും, ആൻസർ തെറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ചുനിപ്പ് അകത്തോട്ടുണ്ടോ, അകത്തോട്ട് ചുനിപ്പില്ല കണ്ടാ, ചുനിപ്പുണ്ടെങ്കിലേ മെട്രിക്സ്. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ എന്താ ഇത് കറസ്പോണ്ടിങ് എലമെന്റ്സ് രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വൽ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആയി കറസ്പോണ്ടിങ് എലമെന്റ് സെയിം. അപ്പോൾ രണ്ട് ഡിറ്റർമിനൻ്റ് സംഭവിച്ചെന്തറിയോ, ഇത് ഒരു മെട്രിക്സ് ആയിരുന്നു, അപ്പോൾ അതിന്റെ ഡിറ്റർമിനൻ്റ് വാല്യൂസ് തമ്മിൽ ഈക്വൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്, മനസ്സിലായി? അകത്തോട്ട് ചുനിപ്പുണ്ടെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് എലമെന്റ് വരാറുള്ളൂ. ചുനിപ്പ് അകത്തോട്ടില്ലല്ലോ കണ്ടോ, ഈ ചുനിപ്പുണ്ടോ അകത്ത്, ഈ പറഞ്ഞ ചുനിപ്പ് അകത്തോട്ടുണ്ടോ, അകത്തോട്ട് ഇങ്ങനെ ചുനിപ്പില്ലല്ലോ. അപ്പോൾ ഒരിക്കലും എന്താ കറസ്പോണ്ടിങ് എലമെന്റ്സ് എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വൽ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്,
എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് നോക്കാം അല്ലേ. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എത്ര? ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ അല്ലേ. മെയിൻ ഡയഗണൽ 3 ഇൻറ്റു 1 3 അല്ലേ. അപ്പോൾ 3 എന്താ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ 3 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ ഈസിക്കൽ ടു എന്താ എന്ന് പറയുമ്പോൾ ഇത് പ്രൊഡക്റ്റ് ഓഫ് ഇവിടുത്തെ മെയിൻ ഡയഗണൽ 3 ഇൻറ്റു 1 3 അല്ലേ മൈനസ് എന്താ 4 ഇൻറ്റു 2 ആൻറ്റി ഡയഗണൽ 4 ഇൻറ്റു 2 അല്ലേ. 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താ -8 അല്ലേ. -8 അങ്ങനെയെങ്കിൽ 3 മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 3 മൈനസ് 8 വരും, ശരിയല്ലേ. അതായത് 3 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഈസിക്കൽ ടു 3 മൈനസ് 8 -5 വരും, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ എന്താ മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു -5. ഈ 3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി -3 ആയി അല്ലേ. പ്ലസ് അല്ല -3 ആയി. ഇവിടെ +3 ആയിരുന്നു, അപ്പുറത്ത് -3 അല്ലേ. മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു -8 ആണ്. അപ്പോൾ മൈനസ് മൈനസ് വെട്ടിപ്പോയി ബാക്കി എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 8 വന്നു. അങ്ങനെയെങ്കിൽ എന്താ എക്സ് എന്ന് വെച്ചാൽ എന്താ √8 ആണ് അല്ലേ. രണ്ടിടത്ത് റൂട്ട് എടുത്ത് അപ്പോൾ എന്താ ഇവിടെ റൂട്ട് എടുത്തപ്പോൾ സ്ക്വയർ പോയി, മറ്റടുത്ത് √8 അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ എക്സ് ഈസിക്കൽ ടു √8 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. √8 അല്ലേ, 2 ഇൻറ്റു 4 അല്ലേ. അങ്ങനെയെങ്കിൽ എക്സ് ഈസിക്കൽ ടു എന്താ √4 നമുക്കറിയാം എന്താ 2 എന്നറിയാം. അപ്പോൾ 2 പുറത്ത് വന്നു, ബാക്കി എന്താ √2 എന്താ √2 തന്നെ. അപ്പോൾ 2 ഇതാണ് ആൻസർ. √4ൻ്റെ വാല്യൂ എത്ര? 2. അപ്പോൾ 2 പുറത്ത് വന്നു, റൂട്ടിനെ പുറത്ത് വന്നു, ബാക്കി 2. ആൻസർ 2√2. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്താ ആൻസർ 2√2 ആണെങ്കിലും നമുക്ക് പണ്ട് തൊട്ടേ അറിയാം അറിയുന്ന കാര്യമാണ് എന്താ -5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ -5 ഇൻറ്റു 5 അല്ലേ. -5 അപ്പോൾ എന്താ 25 വരും, ശരിയല്ലേ. അങ്ങനെ 5ൻ്റെ സ്ക്വയർ എത്ര? അതും 25 വരും, ശരിയല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ 25ൻ്റെ റൂട്ട് എത്ര? 25 റൂട്ട് നമുക്ക് 5 എന്ന് ഒരിക്കലും എഴുതത്തില്ല. കാര്യം എന്താ -5 സ്ക്വയർ എടുത്താൽ 25 വരും, 5 സ്ക്വയർ എടുത്താൽ 25 വരും, ശരിയല്ലേ. അങ്ങനെ 25 റൂട്ട് എന്താ 5 അല്ല. കാര്യം എന്താ അപ്പോൾ മൈനസും ആകും 5 അല്ലെങ്കിൽ പ്ലസും ആവില്ല. അപ്പോൾ +ഓ -5 എന്ന് എഴുതുള്ളൂ റൂട്ട് എഴുതുമ്പോൾ, ശരി. എപ്പോഴും നമ്മൾ റൂട്ട് എഴുതുമ്പോൾ +ഓ - എഴുതുക. കാര്യം എന്താ അതിന് മൈനസ് വാല്യൂ സ്ക്വയർ ഇട്ടാലും പ്ലസ് വാല്യൂ സ്ക്വയർ ആ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താ റൂട്ട് എടുക്കുമ്പോൾ +ഓ - എഴുതുക. അപ്പോൾ ഇവിടെ എന്താ ഒരു റൂട്ട് എടുത്തേക്കുമല്ലായിരുന്നു ഇവിടെ. ഓക്കെ, എക്സ് ഇസിക്കൽ ടു റൂട്ട് വാല്യൂ എടുത്തേക്കുമല്ല നോക്കി. സ്ക്രീൻ കണ്ട എക്സ് ഇസിക്കൽ ഇവിടെ റൂട്ട് വാല്യൂ എല്ലാം എടുത്തിട്ട്, ശരിയല്ലേ, റൂട്ട് വാല്യൂ. അങ്ങനെ ഇവിടെ എന്താ ഇവിടെ നമുക്ക് എഴുതാൻ വിട്ടു എന്താ പ്ലസ് ഓർ മൈനസ് എന്താ +ഓ മൈനസ് എന്തെഴുതും +ഓ മൈനസ് 2√2 എന്ന് വരും അല്ലേ. +ഓ - 2√2 ഇങ്ങനെയാണ് എഴുതാം കേട്ടോ. +ഓ - ഇടാൻ വിട്ടു വരുത് കേട്ടോ. 2√2 ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്ലിയർ ആയെങ്കിൽ എന്താ ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് ഡിറ്റർമിനൻസിൻ്റെ ബേസിക് ആണ്. ബേസിക്സ് ആണെങ്കിൽ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു 1-2 ക്വസ്റ്റ്യൻ വേറെ ഒന്നും ഞാൻ ഒന്ന് പറഞ്ഞു തരാം. 1-2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ചോദ്യം വരും, ഒരു ക്വസ്റ്റ്യൻ ഒരു ഹൈ എൻഡ് ക്വസ്റ്റ്യൻ വിചാരിച്ചു, ഒരു ചോദ്യം വരും. ഓക്കെ, ഇഫ് എ മെട്രിക്സ് matrix B is given of order 2/2, then find the textbookilelle value of the difference between the product of മെയിൻ ഡയഗണൽ ഷോർട്ട് ആക്കി എഴുതുകയാണ്, നിങ്ങൾ വലുതായിട്ട് എഴുതുന്നത് മെയിൻ ഡയഗണൽ ആൻഡ് ആൻറ്റി ഡയഗണൽ. ഫൈൻഡ് എന്നില്ല കേട്ടോ. ദെൻ ദ വാല്യൂ ഓഫ് എന്നാണ്. ആൻറ്റി ഡയഗണൽ ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 0, ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താ 1, ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എന്താ ഡിറ്റർമിനന്റ് ഓഫ് ബി, ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്താ ബി ഇൻവേഴ്സ്. വേണമെങ്കിൽ ഓപ്ഷൻ ഇ കൊടുക്കും. ഓപ്ഷൻ ഇ എന്ന് പറയുമ്പോൾ എന്താ അഡ്ജോയിന്റ് ഓഫ് ബി. ഇത്രയും കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് ഉത്തരം എഴുതും? ഇത് വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞ കാര്യമല്ലേ. എന്താ പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ മൈനസ് എന്നാണ്, ശരിയല്ലേ. പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ ടു ദ എന്താ പ്രൊഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ മൈനസ് പ്രൊഡക്റ്റ് ഓഫ് ആൻറ്റി ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഡിറ്റർമിനന്റ് അല്ലേ, ശരിയല്ലേ. അങ്ങനെ എന്താ ആൻസർ സി കേട്ടോ. ഇത് ആൻസർ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എവിടെ പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മാർക്ക് സ്കോർ ചെയ്യും. സ്കൂളിലും എവിടെയൊന്നും പറഞ്ഞു തരും ഉറപ്പാണ്. നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളിൽ ഈ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് അറിയാനാണ് ഏതൊക്കെ സ്കൂളിൽ എത്രത്തോളം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ജസ്റ്റ് അറിയാനാണ്. ഉറപ്പാണ് ആരും പറഞ്ഞു തന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം കേട്ടോ. നിങ്ങൾക്ക് ഒരു അറിവ് നേടിയല്ലോ ഓൾറെഡി, വലിയ കാര്യം തന്നെ. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതുക കേട്ടോ. പിന്നെ ഞാൻ അഡീഷണൽ പറയാൻ പോകുന്ന ഒരു 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മെട്രിക്സ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ എക്സസൈസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 4.1 മൊത്തം ചെയ്യണം. എക്സസൈസ് 4.1 മൊത്തം ചെയ്യണേ. അവിടെ ഒരു എന്താ 8 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ മൊത്തം 1 to 8 മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യണം.
അവിടെ ഒരു എക്സൈസ് 4.1 തേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇഫ് എ ഈസ് ഈക്വൽ ടു എന്താ 1 2 4 2 ഇങ്ങനെയാ വരുന്നെങ്കിൽ അതെന്താ ഷോ ദാറ്റ് എന്താ 2a ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് ചെയ്യേണ്ട എങ്ങനെ അറിയോ? അത് എ എഴുതി അല്ലേ, എ എഴുതി അങ്ങനെ എന്താ 2a എങ്ങനെയാണ് 2a എന്താ 2a എന്ന് പറയുമ്പോൾ എന്താ അകത്ത് 2 വെച്ച് അപ്പോൾ 2 4 8 4 ഇങ്ങനെ വരും അല്ലേ, ശരിയല്ലേ? അപ്പോൾ എന്താ ഇവർ പറഞ്ഞേക്ക് എന്താ അറിയോ? ഓക്കെ, ഒരു എ എന്നൊരു സാധനം തന്നു, അങ്ങനെ എന്താ പ്രൂവ് ചെയ്യണം ഈ പറഞ്ഞ 2a അല്ലേ, 2a ഇത് നമ്മൾ നേരെ അങ്ങ് മലയാളത്തിൽ വായിച്ചാൽ മതി, മലയാളത്തിൽ വായിച്ചാൽ ഇതെന്താ 2a അല്ലേ, അപ്പോൾ ഇതെന്താ ഡിറ്റർമിനന്റ് അല്ലേ, അപ്പോൾ 2a ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. 2a ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ആദ്യം എന്താ വേണ്ടത്? ആദ്യം 2a കണ്ടുപിടിക്കണം, എന്നിട്ട് നേരെ എന്തായാലും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എന്താ 2a അല്ലേ, 2a അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി, ശരിയല്ലേ? ആ വാല്യൂ എഴുതുക. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? ആദ്യം എ കണ്ടുപിടിക്കണം, എന്നിട്ട് എന്താ 2 വെച്ച് മൾട്ടിപ്ലൈ 2a കണ്ടുപിടിക്കണം, എന്നിട്ട് ഡിറ്റർമിനന്റ് എടുക്കണം, അതവിടെ പറയുന്നത്. അങ്ങനെ ഇവിടെ എന്താ പറയുന്നത്? ആദ്യം എന്താ എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിന് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ ആദ്യം എയുടെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, കണ്ടോ ഇങ്ങനെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആദ്യം എയുടെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, എയുടെ കൂടെ 2 മൾട്ടിപ്ലൈ എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നേരെ ഇവിടെ എന്താ പറയുന്നത്? ആദ്യം 1 മൾട്ടിപ്ലൈ ചെയ്യണം, ആദ്യം നീ നേരെ പോയി അങ്ങ് എ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, കിട്ടിയ ഉത്തരം വെച്ചിട്ട് ഇപ്പോൾ ഡിറ്റർമിനന്റ് എന്നൊരു വാല്യൂ കിട്ടി ഇല്ലേ, ആ കിട്ടുന്ന വാല്യൂ ഉണ്ട് ഒരു 4 എന്ന സ്കെയിലർ മൾട്ടിപ്ലൈ ഉത്തരം കിട്ടും. അങ്ങനെ രണ്ട് ഉത്തരം സെയിം ആണോ ഇല്ലെങ്കിൽ ഷോ ആണ്. അപ്പോൾ രണ്ട് ഉത്തരം സെയിം ആണെങ്കിൽ എന്താ ലാസ്റ്റ് എഴുതുക എന്താ ഡിറ്റർമിനന്റ് ഓഫ് 2a is equal to 4 into ഡിറ്റർമിനന്റ് ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ, ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി പരിപാടി തീർക്കുക കേട്ടോ, സ്റ്റെപ്പ് എഴുതി പരിപാടി തീർക്കുക, സ്റ്റെപ്പായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത്ര എഴുതി സെറ്റ് ചെയ്യുക. ഇതാണ് വരുന്നത്. അപ്പോൾ എക്സസൈസ് 4.1 ഫുള്ള് ചെയ്യണം കേട്ടോ, 4.1 ഫുള്ള് ചെയ്യണം. ഇനി വേറൊരു കേസ് വെച്ചാൽ 4.1 ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇവിടെ ഒരു എക്സസൈസ് സൈനും കോസും വരുന്ന ഇതൊക്കെ ഉണ്ട് ഇതിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ എന്താ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാൻ വലിയ ഇതൊക്കെ ചിലവർ സ്കിപ്പ് അടിക്കും, നോട്ട് എനിക്ക് അറിയാതെ സ്കിപ്പ് അടിക്കും. അപ്പം അങ്ങനത്തെ ഒരു രീതിയും ടെൻഷൻ അടിക്കണ്ട, നോക്കി ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. എന്താ കോസ് എന്താ മെയിൻ ആയില്ല, അപ്പം എന്താ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, എന്താ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് എന്താ മൈനസ് ഈ മൈനസ് സാധാ മൈനസ് മൈനസ് ഇൻറ്റു എന്താ സൈൻ തീറ്റ അല്ലേ, ഈ സൈൻ തീറ്റ ഇൻറ്റു എന്താ ഇതൊരു ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ടേ, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ടേ, അപ്പം എന്താ സൈൻ തീറ്റ എന്ത് മൈനസ് സൈൻ തീറ്റ അല്ലേ, അപ്പം എന്താ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്താ മൈനസ് ഓഫ് എന്താ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ, അപ്പോൾ രണ്ട് മൾട്ടിപ്പിൾ എന്താ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ, സൈൻ സ്ക്വയർ തീറ്റ ശരിയല്ലേ. അപ്പോൾ നോക്കിയേ കോസ് സ്ക്വയർ തീറ്റ മൈനസ് മൾട്ടിപ്ലൈ എന്താ മൈനസ് മൈനസ് പ്ലസ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ, അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വാല്യൂ നമുക്ക് 1 എന്ന് അറിയാം. അപ്പോൾ എന്താ 1 ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ ചിലപ്പോൾ ഒന്നെങ്കിൽ 1 ആകാം കേട്ടോ. ഇങ്ങനത്തെ കേസ് മിക്ക കുട്ടികൾ എന്താ ചിലപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരമാണ് 1, പക്ഷേ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ട്രിഗ്നോമെട്രി വരുന്ന കുറേ കേസുകളുണ്ടല്ലോ, ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ചില കുട്ടികൾ എന്താ ഭയങ്കര ടെൻഷൻ അടിച്ച് ടഫാന്ന് ഇത് ചെയ്യാതെ വിടും. ചെയ്യേണ്ട കാരണം എന്താ എളുപ്പം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നിങ്ങളുടെ സിലബസിൽ എന്താ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്റർ പഠിക്കാനില്ല കേട്ടോ, അതില്ല. നിങ്ങൾക്ക് ആകെയുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. ഇതെന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണിലുള്ള ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ കാര്യങ്ങളാണ് ഇങ്ങനത്തെ എക്സ്പാൻഷൻ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ് ടുവിൽ ട്രിഗ്നോമെട്രി ചാപ്റ്റർ ഇല്ല, അപ്പോൾ ഇല്ലാത്ത ചോദിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ വരുന്നത് പ്ലസ് വണ്ണിലെ ട്രിഗ്നോമെട്രി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് അടിക്കും യാതൊരു ആവശ്യമില്ല. കാര്യം എന്താ സിമ്പിൾ സാധനം, അപ്പോൾ ചുമ്മാ എക്സ്പാൻഡ് കിട്ടുന്ന ഉത്തരം. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മടി കാരണമാണ് അവർ ഇങ്ങനത്തെ ക്വസ്റ്റൻ എഴുതുന്നത്. നിങ്ങളുടെ മടീനെ നിങ്ങളുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യണം അവർ കേട്ടോ, നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ചുമ്മാ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒന്നെങ്കിൽ ആൻസർ ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നെങ്കിൽ ആൻസർ 0 വരും, അല്ലെങ്കിൽ 1 വരും, അല്ലെങ്കിൽ എന്താ കോസ് തീറ്റ എന്നൊക്കെ വരും, അല്ലെങ്കിൽ എന്താ സൈൻ തീറ്റ എന്ന് വരും ഫൈനൽ ആൻസർ, അല്ലെങ്കിൽ എന്താ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ, ഇങ്ങനത്തെ കൊച്ചു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടത്തില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 2/2 ആണ് കിടക്കുന്ന എക്സസൈസ്. എന്താ എക്സാമ്പിൾ 4 ആണെങ്കിൽ അവിടെ ഒരു 3/3 കിടപ്പോൾ ചെയ്ത് നോക്കുക. ഇതാണ് ഡിറ്റർമിനന്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇത്രയും തറവായി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ചാപ്റ്റർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഡിറ്റർമിനന്റ് ചാപ്റ്റർ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് എന്താ ഒരു 5 മുതൽ 8 മാർക്കിൻ്റെ സ്കോപ്പുള്ള ചാപ്റ്റർ ഡിറ്റർമിനന്റ് ചാപ്റ്റർ. 5 മുതൽ 8 മാർക്ക് സ്കോപ്പ് കേട്ടോ, 5 മുതൽ 8 മാർക്ക്. അപ്പോൾ 5 to 8 ചില ലോട്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം, ലോട്ടറി ഉണ്ടെങ്കിൽ 8 മാർക്ക് വരെ കിട്ടാം. ചോദിക്കാം 8 മാർക്ക് 8 മിനിമം എന്തായാലും 5 മാർക്കാണ്. അപ്പോൾ പരീക്ഷ 80 മാർക്കിനാണെങ്കിൽ മിനിമം അവിടെ 5 മാർക്ക് സേഫ് അല്ലേ, ശരിയല്ലേ? ഇപ്പം പരീക്ഷ 80 മാർക്കിനാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് 8 മാർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 8 മാർക്ക് കിട്ടിയില്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ഡിറ്റർമിനും കൂടെ ചേർത്ത് രണ്ടും കൂടെ എന്താ 12 മുതൽ 15 മാർക്ക് റേഞ്ച്. മിനിമം 12, രണ്ട് ചാപ്റ്റർ കൂടെ ചേർത്ത് മിനിമം 12 മാർക്കും മാക്സിമം 15, ഇതാ 2 മാർക്ക് റേഞ്ച് കേട്ടോ. അപ്പോൾ എന്തായാലും 80ൽ മെട്രിക്സ് ഡിറ്റർമിനും തറവായി കഴിഞ്ഞാൽ തന്നെ 80ൽ 12 മാർക്കായി. പിന്നെ ഫുള്ള് വാങ്ങിക്കാൻ ആഗ്രഹം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ബാക്കി എത്ര 68 മാർക്ക് മതി, ശരിയല്ലേ? അല്ലെങ്കിൽ അത്യാവശ്യം 90% വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് എന്താ ബാക്കി പിന്നെ 60 മാർക്ക് വാങ്ങിച്ചാൽ മതി. 80ൽ 72 ആകുമ്പോൾ 90%, അപ്പോൾ 12 മാർക്ക് ഇവിടെ ആയി കഴിഞ്ഞാൽ ബാക്കി 60 മാർക്ക് മതി, ശരിയല്ലേ? അപ്പം ഇത് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ്, മാർക്ക് കളയരുത്. അപ്പം ഡിറ്റർമിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഒരു മൊത്തത്തിലൊരു എന്താ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഹാഫ് മാർക്കുള്ള സാധനം ആ ഫസ്റ്റ് പോർഷൻ കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇതാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇത്രയും എഴുതിയെടുത്ത് ഇത്രയും നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുമ്പ് എന്താ 4.9 മൊത്തം സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രശ്നമാണ്, നിങ്ങൾ എന്താ എല്ലാം കണ്ടു തീർത്തിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മറന്നു പോകും. ഫുള്ള് കണ്ടു തീർത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മറന്നു. അപ്പോൾ എന്താ തലയിൽ ഫീഡ്, നമ്മുടെ മനുഷ്യനാണ്, ബ്രെയിൻ നമ്മുടെ ഹ്യൂമൻ ആണ്, ശരിയല്ലേ? അപ്പോൾ എന്താ ഒരു കോൺസെപ്റ്റ് പഠിക്കുക, അതിൻ്റെ ഫുൾ പാറ്റേൺ ചെയ്ത് തീർക്കുക, അത് തറവാകുക. ജസ്റ്റ് കിൽ ദം വിത്ത് യുവർ സക്സസ് എന്ന് പറയത്തില്ല, ബറി ദം വിത്ത് യുവർ സ്മൈലിൽ കുറേ കോട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ നിങ്ങളുടെ തലയിൽ ഫീഡാകുന്ന സാധനം മൊത്തം എന്താ ബറി ചെയ്യുക. എന്താ എങ്ങനെ പറയുന്നത്, അത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞ് ഫസ്റ്റ് ടോപ്പിലെ ഫുൾ എക്സസൈസ് വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് അടുത്ത ടോപ്പിക് കയറും. അല്ലാതെ നിങ്ങൾ എന്താ ഫുൾ വീഡിയോ കണ്ടു തീർത്തത് ഞാൻ മൊത്തം ടെക്സ്റ്റ് ബുക്കും ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പ്രശ്നം എന്താ അറിയോ, ചിലപ്പോൾ എവിടെ നിങ്ങൾക്ക് വിട്ടുപോകുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ വീഡിയോയിൽ ഇടയ്ക്ക് വീണ്ടും നിങ്ങൾ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അതിനൊക്കെ ബെറ്റർ ഫുൾ വീഡിയോ കണ്ട് തീർത്ത്, അതായത് ഈ ഫസ്റ്റ് പോർഷനിലെ ഫുൾ കണ്ടു തീർക്കുക, ഫസ്റ്റിൻ്റെ ഫുൾ ചെയ്യുക, എന്നിട്ട് വേണം സെക്കൻഡ് പോർഷൻ തുടങ്ങാൻ. സെക്കൻഡ് പോർഷൻ തുടങ്ങുമ്പോൾ എന്താ അത് കണ്ടു തീർക്കുക, അതിൻ്റെ എക്സസൈസ് ചെയ്യുക. തേർഡ് പോർഷൻ തുടങ്ങുമ്പോൾ അത് കണ്ട് അതിൻ്റെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എന്താ ഇത് ഫുള്ള് പഠിച്ച് ഫസ്റ്റ് പോർഷൻ ഫുള്ള് പഠിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇനി അവിടെ പഠിക്കാവുന്നില്ല, അവിടെ നമ്മൾ തീർത്ത് കളഞ്ഞു അല്ലേ, വെട്ടിയും കളയാ, തീർന്നു. അത് സെക്കൻഡ് പഠിച്ച് തീർന്നാൽ തീർന്നു, പിന്നെ നമുക്ക് എന്താ ഒന്നും പെൻഡിങ് ഇല്ല. അപ്പോൾ അവിടെ ഈ കൺഫ്യൂഷൻ വരത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പോർഷൻ. ഇത് ഫുൾ എക്സസൈസ് ചെയ്യുക, ചെയ്തിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് സെക്കൻഡ് നോക്കുക. സെക്കൻഡിലേക്ക് ഞാൻ സെക്കൻഡ് പോർഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് എടുക്കണമെങ്കിലോ ജസ്റ്റ് റിലാക്സ് ചെയ്യണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അടുത്ത പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോ ഇടാം. രണ്ട് പാർട്ടായിട്ട് വീഡിയോ, അപ്പം വിഷയമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്താൽ ചെയ്യാവുള്ളൂ കേട്ടോ.